നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ശ്രീ വടക്കുംനാഥ ക്ഷേത്രത്തിൽ നടന്ന ആനയൂട്ട് ദർശിക്കാൻ നിരവധി ജനങ്ങളെത്തി. കൊമ്പന്മാരും പിടിയാനകളുമടക്കം 63 ആനകൾ പങ്കെടുത്തു. കേരള കാർഷിക സർവകലാശാലയിൽ നിന്നും സോയിൽ സയൻസ് ആൻഡ് അഗ്രികൾച്ചറൽ കെമിസ്ട്രിയിൽ ഡോക്ടറേറ്റ് നേടിയ കൃഷ്ണപ്രിയയെ മന്ത്രി ആർ ബിന്ദു ആദരിച്ചു. ചിറക്കാക്കോട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ മുന്നോടിയായി നടത്തിയ ഘോഷയാത്രയിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. നടത്തറ കൊഴുക്കുളിയിൽ ശക്തിയായ മഴയിൽ ഓടുമേഞ്ഞ വീട് തകർന്ന് 2 കുട്ടികൾക്ക് പരിക്കേറ്റു. പരിക്കേറ്റ കുട്ടികളെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. ശ്രീ വടക്കുംനാഥ ക്ഷേത്രാങ്കണത്തെ വീണ്ടും ജനസാഗരമാക്കി ആനയൂട്ട്. കൊമ്പന്മാരും പിടിയാനകളുമടക്കം 63 ആനകളാണ് ആനയൂട്ടിനെത്തിയത്. ക്ഷേത്രം മേൽശാന്തി ചെറുമുക്ക് ശ്രീരാജ് നാരായണൻ നമ്പൂതിരി പൂജയ്ക്ക് ശേഷം പിടിയാന പുതൃത്തുക്കോവ് സാവിത്രിക്ക് ഊട്ട് നൽകിയാണ് തുടക്കം കുറിച്ചത്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നായി അതിരാവിലെ മുതൽ തന്നെ ആനകൾ ക്ഷേത്രാങ്കണത്തിലെത്തി. 8 വർഷത്തിനു ശേഷം ഗജപൂജയും ഉണ്ടായി എന്നതാണ് ഈ വർഷത്തെ ആനയൂട്ടിന്റെ പ്രത്യേകത. 4 വർഷത്തിലൊരിക്കലാണ് ഗജപൂജ നടത്തുക. കേന്ദ്രമന്ത്രിയും തൃശൂർ MP-യുമായ സുരേഷ് ഗോപിയുടെ സാന്നിധ്യമുണ്ടായിരുന്നു. മേയർ MK വർഗീസ്, കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K രവീന്ദ്രൻ, തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വം അധികൃതർ, നിരവധി പൗരപ്രമുഖർ എന്നിവർ സന്നിഹിതരായി. ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ക്ഷേത്രത്തിലെത്തി. എല്ലാ ഭക്തജനങ്ങൾക്കും ആനകൾക്കും ഊട്ടൊരുക്കിയിരുന്നു. 56 കൊമ്പന്മാരും 7 പിടിയാനകളും ആനയൂട്ടിൽ പങ്കെടുത്തു. കേരള കാർഷിക സർവകലാശാലയിൽ നിന്ന് സോയിൽ സയൻസ് ആൻഡ് അഗ്രികൾച്ചറൽ കെമിസ്ട്രിയിൽ ഡോക്ടറേറ്റ് നേടിയ കൃഷ്ണപ്രിയയെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ആദരിച്ചു. കേരള കാർഷിക സർവകലാശാലയിൽ നിന്ന് സോയിൽ സയൻസ് ആൻഡ് അഗ്രികൾച്ചറൽ കെമിസ്ട്രിയിൽ ഡോക്ടറേറ്റ് നേടിയ കൃഷ്ണപ്രിയ MKയെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി വീട്ടിലെത്തി അനുമോദിച്ചു. കാർഷിക മേഖലയ്ക്ക് ഗവേഷണത്തിലൂടെ മികച്ച സംഭാവന നൽകിയ കൃഷ്ണപ്രിയയെ മന്ത്രി ആർ ബിന്ദു പ്രത്യേകം അഭിനന്ദിച്ചു. 8ാമത് ഗ്രീൻ ആൻഡ് സസ്റ്റൈനബിൾ കെമിസ്ട്രി കോൺഫറൻസിൽ 40 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളെ പിന്തള്ളി ബെസ്റ്റ് പോസ്റ്റർ വിഭാഗത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുണ്ട്. ഇരിങ്ങാലക്കുട കിഴുത്താണി മൂപ്പുള്ളി കൃഷ്ണൻകുട്ടിയുടെയും തൃശൂർ പൂത്തോൾ മാടമ്പി ലൈനിൽ കളപ്പുരയ്ക്കൽ ഗീതയുടെയും ഇളയ മകളാണ് കൃഷ്ണപ്രിയ. നിലവിൽ വെള്ളായണി കാർഷിക കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി ജോലി ചെയ്യുന്നു. ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രമേശ് KS, കാരളം ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ സീമ പ്രേംരാജ്, വൃന്ദ അജിത് കുമാർ, CPIM ഏരിയ കമ്മിറ്റി അംഗങ്ങളായ KK സുരേഷ് ബാബു, T പ്രസാദ്, കിഴുത്താണി ലോക്കൽ കമ്മിറ്റി അംഗം KS ബാബു എന്നിവരും അനുമോദന ചടങ്ങിൽ പങ്കെടുത്തു. കൃഷ്ണപ്രിയയെ അഭിനന്ദിക്കാനായിട്ടാണ് ഇവിടെ വന്നു ചേർന്നിട്ടുള്ളത്. വളത്തിന്റെ വീര്യം വർദ്ധിപ്പിക്കുന്ന ഒരു ഗവേഷണം നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് PhD ലഭിച്ചത്. ഗവേഷണത്തെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ കൃഷ്ണപ്രിയ തന്നെ പറയും. അതിന് ഒരുപാട് സന്തോഷമുണ്ട്. ഈ തിരക്കിൻ്റെ ഇടയിലും ഇവിടെ വന്ന് ഇങ്ങനെ എനിക്കൊരു അവാർഡ് തന്നതിൽ. അപ്പം എൻ്റെ ഗവേഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാലിന്യങ്ങൾ ഒരുപാട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ മാലിന്യത്തിന് സംസ്കരിക്കുന്ന ഭാഗമായിട്ട് അതിനെ കൺവേർട്ട് ചെയ്തൊരു വളം ഉണ്ടാക്കുകയാണ്. ആ വളം ചെടികൾക്ക്, പച്ചക്കറികൾക്കാണ് കൂടുതലായിട്ട് നമ്മൾ ഇടുന്നത്. അപ്പോൾ ഈ വളത്തിൽ തന്നെ വളരെ ഉപകാരിയായിട്ടുള്ള ഒരു സൂക്ഷ്മ ജീവാണു വളം, അത് ഒരു സൂക്ഷ്മ ജീവാണു, അതിൻ്റെ പേര് പിരിഫോർമോസ്പോറ ഇൻഡിക്ക എന്നാണ് ആ കുമിളിൻ്റെ പേര്. അതിനെയും കൂടെ കൂട്ടി കലർത്തിയിട്ട് നമ്മൾ ചെടിയിലേക്ക് കൊടുക്കുകയാണ്. അത് പ്രത്യേകിച്ച് ഞാൻ തക്കാളിയിലാണ് ചെയ്തത്. അപ്പോൾ അതുവഴി തക്കാളിയുടെ ഈ വളവും അതുപോലെ തന്നെ വെള്ളവും വലിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള വേരിൻ്റെ നീളം അതുപോലെ വീതി ഇതെല്ലാം വളരെയധികം വർദ്ധിപ്പിക്കുകയും അതുകൊണ്ട് നമ്മൾ കുറച്ച് വളം ഇട്ട് തന്നെ കൂടുതൽ വിളവ് നമുക്ക് കിട്ടാനായിട്ട് സാധിക്കും. ഇതായിരുന്നു എൻ്റെ PhD ഗവേഷണം. ഒരു കർഷകന്റെ പുത്രി കൂടിയായിട്ടുള്ള കൃഷ്ണപ്രിയ വളരെ സമൂഹത്തിന് അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് ഗവേഷണത്തിലൂടെ കണ്ടെത്തിയിട്ടുള്ളത്. നമ്മുടെ അടിസ്ഥാന മേഖലയായ കാർഷിക മേഖലയ്ക്ക് നല്ലൊരു സംഭാവന നൽകിയ കൃഷ്ണപ്രിയയെ നിറഞ്ഞ ഹൃദയത്തോടു കൂടി ഏവരെയും പ്രതിനിധീകരിച്ചുകൊണ്ട് അഭിനന്ദിക്കുന്നു. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയും KPCC മുൻ പ്രസിഡന്റുമായ CV പത്മരാജൻ അന്തരിച്ചു. 93 വയസ്സായിരുന്നു.
കെ കരുണാകരന്റെയും എ കെ ആന്റണിയുടെയും മന്ത്രിസഭകളിൽ അംഗമായിരുന്നു. ധനകാര്യം, വൈദ്യുതി വകുപ്പുകളടക്കം സുപ്രധാന വകുപ്പുകൾ കൈകാര്യം ചെയ്തു. കൊല്ലം ജില്ലയിലെ പരവൂരിൽ കെ വേലുവൈദ്യന്റെയും തങ്കമ്മയുടെയും മകനായി 1931 ജൂലൈ 22-നായിരുന്നു ജനനം. 1982 നിയമസഭയിലേക്ക് ആദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ തന്നെ കരുണാകരൻ മന്ത്രിസഭയിൽ അംഗമായി. സഹകാരി എന്ന നിലയിലും അദ്ദേഹത്തിന്റെ കർമ്മമണ്ഡലം വിപുലമായിരുന്നു. 1968 മുതൽ കൊല്ലം സഹകരണ അർബൻ ബാങ്ക് പ്രസിഡന്റാണ്. അഖില കേരള ഉപനിഷത്ത് വിദ്യാഭവൻ പ്രസിഡന്റ് എന്നീ നിലകളിലും അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. ചിറക്കക്കോട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ 33ാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കം കുറിച്ചു. യജ്ഞവേദിയിൽ കുടികൊള്ളുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ വിഗ്രഹം വഹിച്ചുകൊണ്ടുള്ള വർണ്ണമനോഹരമായ ഘോഷയാത്ര താണിക്കുടം ക്ഷേത്ര സന്നിധിയിൽ നിന്നും വാദ്യഘോഷ അലങ്കാരത്തോടെ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര സന്നിധിയിലെത്തി. തുടർന്ന് ദീപാരാധന, ആചാര്യവരണം എന്നിവയ്ക്ക് ശേഷം ബ്രഹ്മശ്രീ ചെമ്മാലിൽ നാരായണൻ ശാന്തി, ബ്രഹ്മശ്രീ ധർമ്മചൈതന്യ സ്വാമി എന്നിവർ ചേർന്ന് ദീപം തെളിയിച്ചു. ക്ഷേത്രം മേൽശാന്തി ജിനീഷ് വാഴപ്പുള്ളി വിഗ്രഹ പ്രതിഷ്ഠ നടത്തി. യജ്ഞാചാര്യൻ ഉദയകുമാർ മണപ്പുറം ഭാഗവത മാഹാത്മ്യ പ്രഭാഷണം നടത്തി. ഷിബു പള്ളിപ്പുറം, കാർത്തികേയൻ പനങ്ങാട് എന്നിവരാണ് യജ്ഞ പൗരാണികർ. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ നാരായണൻകുട്ടി ശാന്തി, ബ്രഹ്മശ്രീ ധർമ്മചൈതന്യ സ്വാമി, ബ്രഹ്മശ്രീ ഉദയകുമാർ മണപ്പുറം, ബിജു ശാന്തി, ജിനീഷ് വാഴപ്പുള്ളി, എളങ്ങന്നൂർ മന സദാനന്ദൻ നമ്പൂതിരി എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി.
ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ 33ാമത് ശ്രീമദ് ഭാഗവത സപ്താഹത്തിൻ്റെ വിഗ്രഹ പ്രതിഷ്ഠ കർമ്മമാണ് ഇപ്പോൾ യജ്ഞമണ്ഡപത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നടത്തറ കൊഴുക്കുള്ളിയിൽ ഓടുമേഞ്ഞ വീട് തകർന്നു വീണ് 2 കുട്ടികൾക്ക് പരിക്കേറ്റു. വ്യാഴാഴ്ച രാവിലെ 10 മണിയോടെയാണ് അപകടം. നടത്തറ പഞ്ചായത്ത് പരിധിയിലെ കൊഴുക്കുള്ളി പട്ടിളംമൂല സ്വദേശി ചെന്തറ വീട്ടിൽ രാജന്റെ ഓടുമേഞ്ഞ വീടാണ് ഇടിഞ്ഞു വീണത്. ഈ സമയത്ത് വീട്ടിലുണ്ടായിരുന്ന പേരക്കുട്ടികളായ 8 വയസ്സുള്ള വരുൺ, 11 വയസ്സുള്ള വസുദേവ് എന്നിവർക്കാണ് പരിക്ക്. തൃശൂർ ജില്ലാ ആശുപത്രിയിൽ ഇവരെ പ്രവേശിപ്പിച്ചു. 2 പേർക്കും കാലിനാണ് പരിക്ക്. മൂർക്കനിക്കര ഗവൺമെന്റ് LP സ്കൂളിലെ 4-7 ക്ലാസുകളിലെ വിദ്യാർത്ഥികളാണിവർ. മൺകട്ട കൊണ്ട് നിർമ്മിച്ച വീടിന്റെ ഭിത്തി അപകട ഭീഷണിയായതോടെ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇവരെ കഴിഞ്ഞ ദിവസം വീട്ടിൽ നിന്ന് മാറ്റിയിരുന്നു. എന്നാൽ ഇന്ന് രാവിലെ 10 മണിയോടെ സാധനങ്ങൾ എടുക്കാൻ തിരികെ എത്തിയപ്പോഴാണ് അപകടമുണ്ടായത്. കായകൽപ്പ് അംഗീകാര നിറവിൽ ജില്ല. ഹോമിയോപ്പതി വകുപ്പ് തൃശൂർ ജില്ലാ ആശുപത്രി വിഭാഗത്തിൽ 1ാം സ്ഥാനം. പ്രഥമ സംസ്ഥാന ആയുഷ് കായകൽപ്പ് അവാർഡ് പ്രഖ്യാപനത്തിന്റെ അംഗീകാര നിറവിൽ തൃശൂർ ജില്ല. ഹോമിയോപ്പതി വകുപ്പ് ജില്ലാ ആശുപത്രികളിൽ 99.17% മാർക്ക് നേടി തൃശൂർ ജില്ലാ ഹോമിയോപ്പതി ആശുപത്രി 1ാം സ്ഥാനം കരസ്ഥമാക്കി. ISM സബ് ജില്ലാ ആശുപത്രി വിഭാഗത്തിൽ ചേലക്കര ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി 1 ലക്ഷം രൂപയുടെ കമാൻഡേഷൻ അവാർഡ് കരസ്ഥമാക്കിയിരുന്നു. സംസ്ഥാനത്തെ എല്ലാ ആയുർവേദ ഹോമിയോപ്പതി ജില്ലാ ആശുപത്രികൾ, സബ് ജില്ലാ താലൂക്ക് ആയുഷ് ആശുപത്രികൾ, ആരോഗ്യ സ്വാസ്ഥ്യ കേന്ദ്രങ്ങൾ എന്നിവയിൽ നിന്ന് പല ഘട്ടങ്ങളിലായി തിരഞ്ഞെടുക്കപ്പെട്ട മികച്ച ആരോഗ്യ സ്ഥാപനങ്ങൾക്കാണ് ആയുഷ് കായകൽപ്പ് അവാർഡ് നൽകുന്നത്. റിപ്പോർട്ടുകൾ പരിശോധിച്ച് കായകൽപ്പ് അവാർഡ് നിർണയ കമ്മിറ്റിയാണ് ഏറ്റവും മികച്ച സ്ഥാപനങ്ങളെ തിരഞ്ഞെടുത്തത്. സംസ്ഥാനത്തെ സർക്കാർ ആയുഷ് സ്ഥാപനങ്ങളുടെ ഗുണമേന്മ ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. ഇടവേള. മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏത് നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം? മൂട്ടിയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വാർത്തകൾ തുടരുന്നു. സോളാർ സിസ്റ്റം സ്ഥാപിച്ചു നൽകിയില്ല, നഷ്ടമടക്കം 1,60,000 രൂപയും പലിശയും നൽകാൻ വിധി. വാഗ്ദാന പ്രകാരം സോളാർ സിസ്റ്റം സ്ഥാപിച്ചു നൽകാത്തതിനെ തുടർന്നാണ് ഹർജി ഫയൽ ചെയ്തത്.
സിസ്റ്റം സ്ഥാപിച്ചു നൽകാതിരുന്നതിലെ തെറ്റും സേവനത്തിലെ വീഴ്ചയുമാണെന്ന് കോടതി വിലയിരുത്തി. തെളിവുകൾ പരിഗണിച്ച് പ്രസിഡന്റ് CT സാബു, മെമ്പർമാരായ ശ്രീജ S, R രാമോഹൻ എന്നിവരടങ്ങിയ തൃശൂർ ഉപഭോക്തൃ കോടതി ഹർജിക്കാരനിൽ നിന്ന് എതിർകക്ഷി ഈടാക്കിയ 1,30,000 രൂപയും നഷ്ടപരിഹാരമായി 25,000-ഉം ചിലവിലേക്ക് 5,000 രൂപയും 9% പലിശയും നൽകാൻ കൽപ്പിച്ച് വിധി പുറപ്പെടുവിച്ചു. ഹർജിക്കാരനു വേണ്ടി അഡ്വക്കേറ്റ് AD ബെന്നി ഹാജരായി വാദം നടത്തി. ലഹരിയെ തടയാൻ സ്നേഹമതിലൊരുക്കി മരുതയൂർ UP സ്കൂൾ പാവറട്ടി. വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗം തടയിടാൻ വായനയും എഴുത്തും ശീലമാക്കി കുട്ടികളെ ചേർത്ത് പിടിച്ച് സ്നേഹമതിൽ സൃഷ്ടിക്കുമെന്ന് പ്രതിജ്ഞയെടുത്ത് മരുതയൂർ ഗവൺമെന്റ് UP സ്കൂളിൽ നടന്ന ലഹരി വിരുദ്ധ സെമിനാർ 24 കേരള ബറ്റാലിയൻ അസോസിയേറ്റഡ് NCC ഓഫീസർ മേജർ PJ സ്റ്റൈജു ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് പ്രവീൺ AT അധ്യക്ഷത വഹിച്ചു. മാധ്യമപ്രവർത്തകൻ സുബ്രഹ്മണ്യൻ ഇരിപ്പിശ്ശേരി മുഖ്യാതിഥിയായിരുന്നു. സ്കൂൾ പ്രധാന അധ്യാപിക മീന PS, MPTA പ്രസിഡന്റ് സരിത രാജീവ്, ഷൈനി CJ, ഷാനിബ K എന്നിവർ പ്രസംഗിച്ചു. സ്കൂൾ ലൈബ്രറിയിലേക്ക് സുബ്രഹ്മണ്യൻ ഇരിപ്പിശ്ശേരി സംഭാവന ചെയ്ത പുസ്തകങ്ങൾ മേജർ PJ സ്റ്റൈജു വിദ്യാലയ അധികൃതർക്ക് സമ്മാനിച്ചു. കുട്ടികളുടെ വായനാ മുറിയിലേക്കുള്ള പുസ്തകങ്ങൾ ക്ലാസ് പ്രതിനിധികൾക്കും കൈമാറി. സമ്മേളനത്തിനു ശേഷം അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുത്തു. കോളേജ് ഫോർ കോസ്റ്റ്യൂം ആൻഡ് ഫാഷൻ ഡിസൈനിംഗിലേക്ക് സ്പോട്ട് അഡ്മിഷൻ. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള കോളേജ് ഫോർ കോസ്റ്റ്യൂം ആൻഡ് ഫാഷൻ ഡിസൈനിംഗിൽ BSc കോസ്റ്റ്യൂം ആൻഡ് ഫാഷൻ ഡിസൈനിംഗ്, BSc ഇന്റീരിയർ ഡിസൈനിംഗ് എന്നീ കോഴ്സുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ ആരംഭിച്ചു. താൽപര്യമുള്ള വിദ്യാർത്ഥികൾ ജൂലൈ 23-നകം കോളേജിൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം റിപ്പോർട്ട് ചെയ്യണമെന്നാണ് പ്രിൻസിപ്പൽ അറിയിച്ചിരിക്കുന്നത്. റിപ്പോർട്ട് ചെയ്യാത്ത വിദ്യാർത്ഥികൾക്കും സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 8281574390 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. സ്റ്റേറ്റ് റിസോഴ്സ് സെന്റർ കേരളയുടെ നേതൃത്വത്തിൽ SRC കമ്മ്യൂണിറ്റി കോളേജ് ജൂലൈ സെഷനിൽ ആരംഭിക്കുന്ന തൊഴിലധിഷ്ഠിതവും അല്ലാത്തതുമായ വിവിധ പ്രോഗ്രാമുകളിലേക്ക് അപേക്ഷിക്കാനുള്ള തീയതി നീട്ടിയിരിക്കുന്നു. 18 വയസ്സിന് മേൽ പ്രായവും നിശ്ചിത യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. ഉയർന്ന പ്രായപരിധി ഇല്ല. app.srccc.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 8281114464. കാർഷിക സർവകലാശാല പെൻഷൻകാരുടെ സത്യാഗ്രഹം 29ാം ദിവസത്തിലേക്ക്. കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി പെൻഷനേഴ്സ് ഫോറം നടത്തിവരുന്ന അനിശ്ചിതകാല സത്യാഗ്രഹം DYFI മണ്ണുത്തി ബ്ലോക്ക് സെക്രട്ടറി മനു പുതിയമഠം ഉദ്ഘാടനം ചെയ്തു. കാർഷിക സർവകലാശാല പെൻഷൻകാരുടെ ന്യായമായ ആവശ്യങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കണമെന്നും തസ്തിക വെട്ടിക്കുറയ്ക്കാനും കീ പോസ്റ്റുകളിൽ സ്വജനപക്ഷപാതിത്വം നടപ്പാക്കുന്നതിനുമെതിരെ DYFI സമരരംഗത്ത് വരുമെന്ന് മനു പറഞ്ഞു. ഡോക്ടർ രഞ്ജൻ S കരിപ്പായി അധ്യക്ഷനായിരുന്നു. ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ V ജമാലുദ്ദീൻ, ഡോക്ടർ ബിനു, VS സത്യശീലൻ, PM രമേശ് ചന്ദ്രൻ, B ഷിറാസ് എന്നിവർ സംസാരിച്ചു. ഡോക്ടർ S എസ്റ്റലിറ്റ, AG രാജേന്ദ്രബാബു, ME രാജൻ, NV ചന്ദ്രൻ, PR ശിവശങ്കരൻ, ഡോക്ടർ CS ഗോപകുമാർ, PP പ്രേമ, VD ദീപ, PV മത്തായി, AN മോഹനൻ എന്നിവർ സത്യാഗ്രഹമിരുന്നു. മന്ത്രിസഭയെ ഉൾപ്പെടെ തെറ്റിദ്ധരിപ്പിക്കുന്നതും ഞങ്ങൾക്കറിയാം. പക്ഷേ ഇതിൽ ഞങ്ങൾ ഒരു ഇഞ്ചു പോലും പുറകിലേക്ക് പോകില്ല. ന്യായമായിട്ടുള്ള ആവശ്യമാണ് ഈ പെൻഷനേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ മുമ്പിലേക്ക് വെക്കുന്നത്. ഞങ്ങളാരും നിങ്ങൾക്ക് ഇല്ലാത്ത പണം തിരികെ കൊണ്ടുവന്ന് കൊടുക്കണമെന്നല്ല. ഗവൺമെന്റ് കൊടുത്തിട്ടുള്ള കുടിശ്ശികയുണ്ടല്ലോ, ഗവൺമെന്റ് മറ്റ് സർവകലാശാലകളിൽ അനുവദിച്ചിട്ടുള്ള കുടിശ്ശികയുണ്ടല്ലോ, ആ കുടിശ്ശിക അങ്ങനെ തടഞ്ഞു വെക്കാൻ എന്ത് അധികാരമുള്ളത്? ഇതാദ്യമായിട്ടല്ലോ. കുറച്ചു നാളുകൾക്ക് മുമ്പാണ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ഏതാ സ്കീമെന്ന് എനിക്ക് കൃത്യം ഓർമ്മയില്ല, വിതരണം ചെയ്യാൻ വേണ്ടി പണം ഭരണസമിതി തീരുമാനിച്ച് പണം പിൻവലിക്കുകയും ആ പിൻവലിച്ച പണം വൈസ് ചാൻസലർ തിരികെ ഇടിപ്പിക്കുകയും ചെയ്തതും ആ തിരികെ ഇടിപ്പിച്ച പണം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിസഭയുടെ മുമ്പാകെ പോയി ഒരു പ്രതിഷേധമായി, ഒരു പ്രകടനമായി, അല്ലെങ്കിൽ ഒരു കത്തിന്റെ നിവേദനത്തിന്റെ പുറത്ത് തിരികെ ആ പണം വിതരണം ചെയ്തത് ഈ സർവകലാശാലയിലാണല്ലോ. ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. അപ്പോ സമരങ്ങളല്ലാതെ വേറെ ഒരു മാർഗമില്ല എന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങളുടെ സമരങ്ങൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് രാശിയുള്ള സ്ഥലമാണെന്ന് പറഞ്ഞ് വെറുതെയല്ല, 300 ദിവസം നീണ്ടു നിൽക്കാൻ വേണ്ടിയല്ല. ഇവിടെ നടത്തിയ സമരങ്ങളിലെല്ലാം ഞങ്ങൾ വിജയിച്ചിട്ടുണ്ട്. ഇവിടെ നടത്തിയിട്ടുള്ള സർവകലാശാലയ്ക്ക് കീഴിൽ വരുന്ന ഉദ്യോഗസ്ഥരെ, സർവകലാശാല ഭരിച്ചുകൊണ്ടിരിക്കുന്ന BS കുമാറെ നിങ്ങളെ വരച്ച വരയിൽ നിർത്താൻ ഞങ്ങൾക്കൊരു ചെങ്കൊടിയുണ്ട്. ആ ചെങ്കൊടിയുടെ തണലിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ ഈ സമരം ചെയ്യുന്നത്. ഞാനതാ സൂചിപ്പിച്ചത്, ഞങ്ങൾ ജനാധിപത്യപരമായിട്ടാണ്. അതുതന്നെയാണ് ഞാൻ സൂചിപ്പിച്ചത്. DYFI 2 മാർച്ചാണ് സംഘടിപ്പിച്ചത്. 3ാമത്തെ മാർച്ച്
ഈ ഗേറ്റിന്റെ അവിടെ വെച്ച് ആഹ്വാനം ചെയ്ത് ഞങ്ങൾ പറഞ്ഞത്, ഇനി ഞങ്ങൾ ഈ സർവകലാശാലയിലേക്ക് മാർച്ച് നടത്തില്ല. എവിടെയാണോ ഇവിടുത്തെ വൈസ് ചാൻസലർ താമസിക്കുന്നത് ആ മതിൽക്കെട്ടുകൾ ചാടിക്കടക്കാൻ ഞങ്ങൾ തയ്യാറാകുമെന്നുള്ളതാണ്. ഏത് മന്ത്രിയാണോ ഭരിക്കുന്നത് ആ മന്ത്രിയുടെ മുമ്പിലേക്ക് സമരവുമായി DYFI പോകുമെന്നുള്ളതാണ് ഞങ്ങൾ സൂചിപ്പിച്ചത്. സമരത്തിന് ഒരു പര്യവസാനം ഉണ്ടായല്ലോ, ഞങ്ങൾക്കറിയാം. ആ സമരത്തിന് നേതൃത്വം കൊടുത്തത് മീൻചങ്കോടി പ്രസ്ഥാന CITU ആണ്. നേതൃത്വപരമായി എത്ര ത്യാഗങ്ങൾ സഹിച്ചു. ഇപ്പൊ എന്താ സ്ഥിതി? ഇന്ന് നമുക്കറിയാം വലിയ തോതിലുള്ള, ഇപ്പൊ കുറച്ച് വെയിലുണ്ടെങ്കിലും ഇന്നലത്തെ മഴ നമ്മളുടെ എല്ലാം ഓർമ്മയിലുണ്ട്. ആ മഴയും ഈ കാലഘട്ടത്തിൽ, ഈ സാഹചര്യത്തിനകത്ത്, ഈ കാലാവസ്ഥയ്ക്കകത്ത് വലിയ പ്രതിസന്ധി നിൽക്കുമ്പോഴും ഞങ്ങൾ ഇങ്ങനെ ഇവിടെ വന്നിരിക്കുന്നത് വേറെ ഒരു കാര്യവും ഞങ്ങൾക്ക് ചെയ്യാനില്ലാത്തത് കൊണ്ടല്ല. 4000 വരുന്ന പെൻഷനുകാർ, ആ പെൻഷനുകാർക്ക് അർഹതപ്പെട്ട വിഹിതം അവർക്ക് ലഭിക്കേണ്ട 350ഓളം വരുന്ന ആളുകൾക്ക് ലഭിക്കേണ്ട കമ്മ്യൂണിറ്റേഷൻ വിഹിതം ഉൾപ്പെടെയുള്ളത് ലഭിക്കണമെന്നുള്ള ന്യായമായിട്ടുള്ള ആവശ്യമാണ് ഞങ്ങൾ നടത്തിയത്. അങ്ങനെ ഞങ്ങൾ നടത്തിയ ആ സമരം നിങ്ങൾ അതിന്റെ ഉള്ളിൽ നിന്നും ഇവിടേക്കാക്കിയപ്പോഴും ഞങ്ങൾ ചിരിച്ചുകൊണ്ടാണ് സമരത്തിന് നേരിട്ടത്. ഒരൊറ്റ കാര്യം DYFIക്ക് വേണ്ടി പറഞ്ഞ് ഞാനിത് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഈ സമരത്തിന് നിങ്ങളൊരു ചർച്ചയ്ക്ക് വൈസ് ചാൻസലർ തയ്യാറായില്ലെങ്കിൽ, ഈ സമരത്തിന് ഒരു ചർച്ചയ്ക്ക് ബന്ധപ്പെട്ട ഭരണകൂടം തയ്യാറായില്ലെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഇവരുടെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങിച്ച് DYFI എന്ന് പറയുന്ന ഈ സംഘടന ഇവർക്ക് വേണ്ടി ഈ സർവകലാശാലയുടെ ആസ്ഥാനത്തിലേക്ക് സമരമായി പോകും എന്നുള്ള ഒരു പ്രഖ്യാപനം കൂടി ഞങ്ങളത് മുമ്പിലേക്ക് വെക്കാണ്. അത് കേവലം പെൻഷൻ ആളുകൾക്ക് ലഭിക്കേണ്ട പെൻഷൻ വിഹിതം മാത്രമല്ല, നിങ്ങളുടെ ഇഷ്ടക്കാരെ സംരക്ഷിക്കുന്നതിനെതിരായി വരും. നിങ്ങൾ ഈ നാടിനകത്ത് ചെറുപ്പക്കാർക്ക് ലഭിക്കേണ്ട തൊഴിലവസരങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് തസ്തികകൾ വെട്ടിക്കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരും. നിങ്ങൾ ഈ സർവകലാശാലയെ കാർഷിക മേഖലയിലേക്ക് ഉപയോഗിക്കാതെ കേവലം വിദ്യാഭ്യാസ സ്ഥാപനമായി മാറ്റുന്നതിനെതിരായി ഞങ്ങളൊരു സമരമായി വരും. അങ്ങനെ ഞങ്ങളൊരു സമരമായി വരാൻ തീരുമാനിച്ചാൽ ഇവിടെ നിങ്ങൾ നടത്തുന്ന സകല പേക്കുത്തുകളെയും തെരുവിൽ നേരിടാൻ DYFI ഉണ്ടാകുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇന്ന് നിങ്ങൾ ഈ സംഘടിപ്പിക്കുന്ന ഐതിഹാസികപരമായ സമരത്തിന് എല്ലാവിധ പിന്തുണയും രേഖപ്പെടുത്തിക്കൊണ്ട് ഔപചാരികതയുടെ പേരിൽ മാത്രം 28ാമത്തെ ദിവസത്തെ ഈ സമരത്തിന് നിങ്ങളോടൊപ്പം ചേർന്നുകൊണ്ട് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നിർത്തുന്നു. അഭിവാദ്യങ്ങൾ. രാമവർമ്മപുരത്തെ ഗവൺമെന്റ് മഹിളാ മന്ദിരത്തിൽ മുറിച്ചു സൂക്ഷിച്ചിട്ടുള്ള മുള്ളൻ കൈനി മരക്കഷ്ണങ്ങൾ വിൽപ്പന നടത്താൻ ക്വട്ടേഷൻ ക്ഷണിക്കുന്നു. ജൂലൈ 29 വരെ ക്വട്ടേഷനുകൾ സമർപ്പിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0487233794. മറ്റൊരിടവേള കൂടി. ആതുര ശുശ്രൂഷ രംഗത്ത് കാൽ നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. വാർത്തകളിലേക്ക് വീണ്ടും. ഓൺലൈൻ ട്രേഡിംഗിലൂടെ 73 ലക്ഷത്തോളം രൂപയുടെ സൈബർ തട്ടിപ്പ് കേസിലെ കമ്മീഷൻ ഏജന്റ് റിമാൻഡിലേക്ക്. ബാംഗ്ലൂർ ബിദരഹള്ളി ഹൊബ്ലി സ്വദേശിയായ ദൊപ്പട ഗൌഡയെയാണ് തൃശൂർ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിൽ തൃശൂർ റൂറൽ സൈബർ പോലീസ് ബാംഗ്ലൂരിൽ നിന്ന് പിടികൂടിയത്. ദൊഡപ്പ ഗൌഡയ്ക്ക് വിവിധ ബാങ്കുകളിലായി 6ഓളം അക്കൗണ്ടുകൾ ഉള്ളതായി അറിയുന്നു. മഹാരാഷ്ട്രയിലെ ബോറിവാലി പോലീസ് സ്റ്റേഷനിലും സമാന രീതിയിലുള്ള കേസുണ്ട്. ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ IPSന്റെ നിർദ്ദേശപ്രകാരം സൈബർ SHO സുജിത്, സബ് ഇൻസ്പെക്ടർമാരായ രമ്യ കാർത്തികേയൻ, ഗ്രേഡ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഗിരീശൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ അനീഷ്, നെഷ്രു എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. 4 കോടി രൂപ ലോൺ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് 9,65,000 രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതി ഇരിങ്ങാലക്കുട സ്റ്റേഷൻ റൌഡി എണ്ണ ദിനേശൻ റിമാൻഡിലേക്ക്. ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതിയായ എണ്ണ ദിനേശൻ എന്നറിയപ്പെടുന്ന വെള്ളാങ്ങല്ലൂർ സ്വദേശി മൂത്തരി വീട്ടിൽ ദിനേശിനെയാണ് ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇരിങ്ങാലക്കുട DVSP സുരേഷ് KG, ഇരിങ്ങാലക്കുട സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഷാജൻ MS, സബ് ഇൻസ്പെക്ടർ ദിനേശ് കുമാർ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്.
തേലപ്പിള്ളിയിൽ യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവം ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് അറസ്റ്റ് ചെയ്ത 3 പ്രതികൾ റിമാൻഡിൽ. ഒല്ലൂർ അഞ്ചേരി സ്വദേശി കൊല്ലംപറമ്പിൽ വീട്ടിൽ അഖില, കൊല്ലംപറമ്പിൽ വീട്ടിൽ ജീവൻ, വല്ലച്ചിറ ചെറുശ്ശേരി ആട്ടേരി വീട്ടിൽ അനൂപ് എന്നിവരെയാണ് കോടതി റിമാൻഡ് ചെയ്തത്. മരണപ്പെട്ട യുവാവിന്റെ ആത്മഹത്യാക്കുറിപ്പ് അന്വേഷണത്തിനിടെ കണ്ടെത്തിയിരുന്നു. ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഷാജൻ എം എസ്, സബ് ഇൻസ്പെക്ടർമാരായ ദിനേഷ് കുമാർ, PR ക്ലീറ്റസ് എന്നിവരടങ്ങിയ സംഘമാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. ബാറിൽ മദ്യപാനത്തിനിടെ ഉണ്ടായ തർക്കത്തിൽ യുവാവിനെ ആക്രമിച്ച് ഫോൺ കവർച്ച ചെയ്ത കേസിൽ പ്രതി റിമാൻഡിൽ. ചാലക്കുടി പോട്ട സിത്താര നഗർ ദേശത്ത് കളപ്പാട്ടിൽ വീട്ടിൽ വിനിലിനെയും അക്ഷയ് എന്നയാളും തമ്മിലുണ്ടായ തർക്കത്തെയാണ് അക്ഷയ് വിനിലിനെ കൈകൊണ്ട് ചെകിടത്തും തലയിലും അടിച്ച് പരിക്കേൽപ്പിച്ച് ഭീഷണിപ്പെടുത്തി കൈവശമുണ്ടായിരുന്ന മൊബൈൽ ഫോൺ ബലമായി കവർച്ച ചെയ്ത കാര്യത്തിന് അക്ഷയിനെയാണ് ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കാട്ടൂർ സ്റ്റേഷനിലും കഞ്ചാവ് ഉപയോഗിച്ചതിനും ഇയാൾക്കെതിരെ ക്രിമിനൽ കേസുകളുണ്ട്. ചാലക്കുടി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സജീവ് MK, സബ് ഇൻസ്പെക്ടർമാരായ ഋഷിബ് പ്രസാദ് എന്നിവരടങ്ങിയ സംഘമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ലഹരിയിൽ ട്രിപ്പിളായി വന്ന കവർച്ച, പോലീസിന്റെ ഡബിൾ ആക്ഷനിൽ ട്രാപ്പിലായി പ്രതികൾ. 3 പീടികയിൽ വെച്ച് യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിക്കാൻ ശ്രമിച്ച കേസിലാണ് കൊടുങ്ങല്ലൂർ വടക്കേ നടയിലെ വളവിൽ വെച്ച് കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ ജീപ്പിൽ SI ഹരിഹരൻ, CPO മുഹമ്മദ് ഫറൂഖ് എന്നിവർ ചേർന്നുകൊണ്ട് പ്രതികളെ വളഞ്ഞിട്ട് പിടികൂടിയത്. സാഹിലിന്റെ പരാതിയിൽ പ്രതികൾക്കെതിരെ ദേഹോപദ്രവം ഏൽപ്പിക്കൽ, ആയുധം ഉപയോഗിച്ച് ദേഹോപദ്രവം ഏൽപ്പിക്കൽ എന്നീ കേസുകളിൽ ചാർജ് ചെയ്തിട്ടുണ്ട്. മുർഷാദ് ചാവക്കാട് പോലീസ് സ്റ്റേഷനിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക കൃത്യനിർവഹണം നടത്തിയ കേസിലെ പ്രതിയുമാണ്. കയ്പമംഗലം ഇൻസ്പെക്ടർ ബിജു, സബ് ഇൻസ്പെക്ടർമാരായ അഭിലാഷ്, ഹരിഹരൻ, CPO മുഹമ്മദ് ഫറൂഖ്, കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ SI ബാബു, CPO വിഷ്ണു എന്നിവരാണ് അന്വേഷണം നടത്തിയത്. ഓപ്പറേഷൻ കാപ്പവേട്ട തുടരുന്നു. കുപ്രസിദ്ധ ഗുണ്ടകളായ കണ്ടാരൻ രാജു, ഷാലറ്റ് കൃഷ്ണ, ഫോബ്രൽ കൃഷ്ണ, ഷെറീഫ്, ജിതിൻ ലാൽ, വൈശാഖ് എന്നിവർക്കെതിരെ കാപ്പ ചുമത്തി. തൃശൂർ റൂറൽ ജില്ലയിൽ ഇതുവരെ 42 പേരെ കാപ്പ പ്രകാരം ജയിലിലടച്ചു. 121 ഗുണ്ടകളെ കാപ്പ ചുമത്തി. 79 പേർക്കെതിരെ നാടുകടത്തി മറ്റുമുള്ള നടപടികൾ സ്വീകരിച്ചു. പുതുക്കാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ മഹേന്ദ്ര സിംഹൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ രമേശ്, ആളൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഷാജിമോൻ, കൊടുങ്ങല്ലൂർ സ്റ്റേഷൻ ഇൻസ്പെക്ടർ അരുൺ എന്നിവരടങ്ങിയ സംഘമാണ് ഈ പ്രതികളെ കാപ്പ ചുമത്തുന്നതിലും ഉത്തരവ് നടപ്പാക്കുന്നതിലും പ്രധാന പങ്കുവഹിച്ചത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശ്രീ വടക്കുംനാഥ ക്ഷേത്രത്തിൽ നടന്ന ആനയൂട്ട് ദർശിക്കാൻ നിരവധി ജനങ്ങളെത്തി. കൊമ്പന്മാരും പിടിയാനകളുമടക്കം 63 ആനകൾ പങ്കെടുത്തു. കേരള കാർഷിക സർവകലാശാലയിൽ നിന്നും സോയിൽ സയൻസ് ആൻഡ് അഗ്രികൾച്ചറൽ കെമിസ്ട്രിയിൽ ഡോക്ടറേറ്റ് നേടിയ കൃഷ്ണപ്രിയയെ മന്ത്രി R. ബിന്ദു ആദരിച്ചു. ചിറക്കാക്കോട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ മുന്നോടിയായി നടത്തിയ ഘോഷയാത്രയിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. നടത്തറ കൊഴുക്കുളിയിൽ ശക്തിയായ മഴയിൽ ഓടുമേഞ്ഞ വീട് തകർന്ന് 2 കുട്ടികൾക്ക് പരിക്കേറ്റു. പരിക്കേറ്റ കുട്ടികളെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.